ബോളിവുഡിലെ സൂപ്പർ ജോഡികളായ ഐശ്വര്യ റോയിയുടെയും അഭിഷേക് ബച്ചന്റെയും പ്രണയവും വിവാഹവുമെല്ലാം വലിയ വാർത്തകളായിരുന്നു. ഇരുവരും പൊതുവേദികളിലും അഭിമുഖങ്ങളിലുമെല്ലാം ഒരുമിച്ചെത്തുമ്പോൾ ആരാധകർ അത് ഏറ്റെടുക്കാറുണ്ട്. ബച്ചൻ കുടുംബത്തിലെ മരുമകളായി മാറിയത് മുതൽ അഭിഷേകിന്റെ കുടുംബവുമായി വളരെയധികം അടുക്കാനും ഐശ്വര്യയ്ക്ക് സാധിച്ചിരുന്നു. ഐശ്വര്യ മരുമകളല്ല, മകൾ തന്നെയാണെന്നാണ് അമിതാഭ് ബച്ചനും ജയാ ബച്ചനും പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിനിടെ ചില പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായി. ഇതിനിടെ ഇപ്പോഴത്തെ ഐശ്വര്യയുടെ പഴയൊരു അഭിമുഖം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ്. വിവാഹത്തിന് മുന്നോടിയായുള്ള റോക്ക ചടങ്ങിനെ കുറിച്ചുള്ള ഐശ്വര്യയുടെ വാക്കുകളാണ് ചർച്ചയാകുന്നത്. ദക്ഷിണേന്ത്യക്കാരിയായി തനിക്ക് അത്തരത്തിലൊരു ചടങ്ങിനെ കുറിച്ച് അറിവില്ലായിരുന്നുവെന്നാണ് ഐശ്വര്യ റായ് പറയുന്നത്. ഒരു ദിവസം അഭിഷേക് ബച്ചൻ വിളിച്ച് വീട്ടിലേക്ക് വരികയാണെന്ന് പറയുകയായിരുന്നുവെന്നാണ് ഐശ്വര്യ ഓർമ്മിക്കുന്നത്. ആ സമയത്ത് തന്റെ അച്ഛൻ പോലും വീട്ടിലുണ്ടായിരുന്നില്ല എന്നും ഐശ്വര്യ പറയുന്നു. മുൻപൊരിക്കൽ ഫിലിംഫെയറിന് നൽകിയ അഭിമുഖത്തിൽ നിന്നുള്ള ഭാഗമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത്. റോക്ക എന്നൊരു ചടങ്ങ് ഉണ്ടെന്ന് പോലും തനിക്ക് അറിവില്ലായിരുന്നു. കുടുംബം സൗത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ട് തന്നെ റോക്ക എന്താണെന്ന് പോലും അറിയില്ല. ഒരു ദിവസം അഭിഷേകിന്റെ വീട്ടിൽ നിന്നും ഐശ്വര്യയുടെ വീട്ടിലേക്ക് ഒരു കോൾ വന്നു. അവർ ഐശ്വര്യയുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറയാൻ വേണ്ടിയായിരുന്നു അത്. താൻ ഉടനെ അച്ഛനെ വിളിച്ചപ്പോൾ എത്താൻ ഒരു ദിവസം കൂടി എടുക്കുമെന്നാണ് തന്റെ അച്ഛൻ പറഞ്ഞതെന്നും ഐശ്വര്യ റായ് പറയുന്നുണ്ട്. അഭിഷേക് ബച്ചൻ അമിതാഭ് ബച്ചനും ജയാ ബച്ചനും ഒപ്പമായിരുന്നു വീട്ടിലേക്ക് വന്നത്. ആ സമയത്ത് തന്റെ അച്ഛൻ ഫോണിലൂടെയാണ് ചടങ്ങിൽ പങ്കെടുത്തതെന്നും ഐശ്വര്യ പറയുന്നുണ്ട്. അഭിഷേക് വിളിച്ചു പറഞ്ഞത്, ഞങ്ങൾ വരികയാണ്, മറ്റൊരു ദിവസത്തേക്ക് ചടങ്ങ് മാറ്റിവെക്കാൻ പറ്റില്ല, ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. താൻ ആകെ ഞെട്ടിപ്പോയെന്നും റോക്ക നടക്കുമ്പോൾ തന്റെ അച്ഛൻ ഫോണിലൂടെ മാത്രമാണ് പങ്കെടുത്തതെന്നും അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നും ഐശ്വര്യ പറയുന്നു. എന്താണ് നടക്കുന്നതെന്ന് തനിക്ക് മനസ്സിലായില്ല എന്നും തന്റെയും അഭിഷേകിന്റെയും നിശ്ചയമാണോ നടന്നതെന്ന് താൻ ജയാ ബച്ചനോട് ചോദിച്ചെന്നും ഐശ്വര്യ പറയുന്നുണ്ട്. താനും തന്റെ അമ്മയും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ നിൽക്കുമ്പോൾ ബച്ചൻ കുടുംബം വികാരഭരിതരായിരുന്നു എന്നാണ് ഐശ്വര്യ ഓർക്കുന്നത്. ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്. ബച്ചൻ കുടുംബം അഭിഷേകിന്റെയും ഐശ്വര്യയുടെയും വിവാഹം നടത്താൻ തിടുക്കം കാണിച്ചിരുന്നുവോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ ഉയരുന്നത്. ഐശ്വര്യയുടെ അച്ഛൻ വരുന്നത് വരെ കാത്തു നിൽക്കാൻ പോലും അവർ തയ്യാറായിരുന്നില്ല എന്നും അത് അവരെ അപമാനിക്കലാണെന്നും സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. അതേസമയം അഭിഷേകും ഐശ്വര്യയും പിരിയുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി ഇരുവരും അകന്നാണ് കഴിയുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അഭിഷേകിന്റെ കുടുംബവുമായുള്ള പ്രശ്നങ്ങളാണ് അഭിഷേകും ഐശ്വര്യയും അകലാൻ കാരണമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ഇരുവരും ഒരുമിച്ച് വേദി പങ്കിടുകയും ചെയ്തിരുന്നു. അതിനും പുറമെ അഭിഷേകിന്റെ പിറന്നാൾ ദിവസം ഫാമിലി ഫോട്ടോ ഐശ്വര്യ റായ് പങ്കുവെക്കുകയും ചെയ്തു. ഐശ്വര്യയും അഭിഷേകിന്റെ സഹോദരി ശ്വേതയും അമ്മ ജയാ ബച്ചനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. പലപ്പോഴായി ജയയും ശ്വേതയും ഐശ്വര്യയെ അവഗണിച്ചതായി സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഐശ്വര്യയുടെ പിറന്നാൾ ദിനം ആഘോഷത്തിൽ നിന്നും ബച്ചൻ കുടുംബം വിട്ടുനിന്നതും സോഷ്യൽ മീഡിയ ചർച്ചയാക്കി മാറ്റിയിരുന്നു. എന്നാൽ ഈ വാർത്തകളോടൊന്നും ഐശ്വര്യ റായോ അല്ലെങ്കിൽ അഭിഷേക് ബച്ചനോ അതുമല്ല എങ്കിൽ ബച്ചൻ കുടുംബമോ പ്രതികരിച്ചിരുന്നില്ല. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.